അങ്ങനെ എന്നെ തേടി അയാൾ ഈ ഉർവശി തിയേറ്റേഴ്സിലും വന്നു. നിക്കൂ, ഞാൻ ഉടനെ പുറപ്പെടാം. വേണ്ട, തൽക്കാലം സ്റ്റെല്ല ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഒരു കണക്കിന് ബുദ്ധിമാനായ ഡോക്ടറേക്കാൾ വിഡ്ഢികളായി നാടകക്കാരാണ് നമുക്ക് നല്ലത്. അവര് പറയുന്ന പോലെ ഒരു നാടക നടിയായിട്ട് അവരോടൊപ്പം കൂടുക, മീര എന്ന പേരിൽ തന്നെ. ബാക്കി സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പം മതി ആ ഡോക്ടർ മുന്നിൽ ചെല്ലുന്നത്. അതും ഇവര് മൂലം തന്നെ ആയിരിക്കണം. ആ രാത്രി ബാലകൃഷ്ണൻ ഓർക്കുന്നില്ലേ? എന്റെ മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ ബഹളം കൂട്ടി അതേ രാത്രി. ആരാകത്ത്? ആരുമില്ല. പിന്നെ നീ ആരോടാ സംസാരിച്ചത്? ഞാൻ ആരോട്ട് സംസാരിച്ചില്ലല്ലോ. ഞാൻ കേട്ടല്ലോ നീ സംസാരിക്കുന്നത്. അതോ, അത് ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്തായി ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടായിരിക്കണോന്ന്. പിന്നീട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അയാളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. നിങ്ങളുടെ മുന്നിൽ മുഴു ഭ്രാന്തിയായി അഭിനയിച്ചത്, ഹോസ്പിറ്റലിൽ വെച്ച് രോഗം ഭേദമായതുപോലെ കാണിച്ചത്, പിന്നെ എന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തിയതും അയാളുടെ കൂടെ പോയതുമെല്ലാം അന്ന് രാത്രി തന്നെ കരാർ അനുസരിച്ചുള്ള മുഴുവൻ പണവും അയാൾ തന്നു. അതും വാങ്ങി പുറപ്പെടും മുമ്പ് എന്നെ കൊണ്ട് അയാൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഫോൺ ചെയ്യിച്ചു. ഒന്നും പറയണ്ട. ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളയും. ഇനി സമയങ്ങളെന്താ? സ്റ്റെല്ല പുറപ്പെട്ടോളൂ. അവരിവിടെ എത്തുന്നതിന് മുമ്പ് സ്റ്റെല്ല ഇവിടെ വിട്ട് ഇറങ്ങിയിരിക്കണം. അയാൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാവുന്നത്രയ്ക്ക് സ്വത്തും പണവും കാറും ഒക്കെയായി ഒരു വലിയ പണക്കാരിയായി മടങ്ങുമ്പോഴാ എനിക്ക് കിട്ടിയ സ്വത്തുക്കളെക്കാളും എല്ലാം വിലമതിക്കുന്ന ആ വലിയ സ്വത്തിനെ കുറിച്ച് ഞാൻ ഓർത്തത്. ഗോപാലകൃഷ്ണൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലി, അത് ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നു. അതെടുക്കാൻ ഞാൻ തിരിച്ചു ചെന്നു. ആകസ്മികമായുള്ള ആ മടങ്ങി വരവിലാണ് ഞാൻ അറിയുന്നത്, മീര വർമ്മ എന്ന പേര് യഥാർത്ഥത്തിൽ അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അന്ന് അവിടെ വെച്ച് ആദ്യമായും അവസാനമായും ഞാൻ അവളെ കണ്ടു. ഉറക്കമരുന്നുകൾ കുത്തിവെച്ച് എവിടെയോ അടച്ചു പൂട്ടിയിട്ടിരുന്ന അവളെ കൊല്ലാനും അവളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും വേണ്ടി അയാൾ എന്നെ ഉപയോഗിച്ച് തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു. പാവിയാണ് ഞാൻ. ഒരു പാവം പെണ്ണിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന് കൊടും പാവിയാണ് ഞാൻ. എനിക്ക് രക്ഷപ്പെടണ്ട. അയാൾ തന്നൊരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. ആ പണവും ഈ എന്നെയും നിങ്ങൾ പോലീസിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഈ നടന്നതെല്ലാം നിങ്ങൾ പോലീസിനോട് പറയണം.
എന്നെ ഉപയോഗിച്ച് നിങ്ങളെയല്ലേ അവൻ സാക്ഷികളാക്കിയത്. ആ നിങ്ങൾ തന്നെ പോലീസിനോട് പറയണം. അതെല്ലാം കള്ളമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയണം. വിളിക്കണ ബാലകൃഷ്ണ പോലീസ് സ്റ്റേഷനിലേക്ക്. ആദ്യം ഇവളെ തന്നെ പിടിച്ചേൽപ്പിക്കും. നമ്മൾ നാടകക്കാരെ പറ്റി ഇവരൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറും വിട്ടികളാണെന്നോ? വിളിക്കണ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് അവനെ കാണിച്ചു കൊടുക്കണം. വിളിക്കണ. എന്നിട്ട് അവനെ പിടിച്ചകത്താക്കും. നമുക്കൊരു കളി കളിച്ചാലോ? കളിയാ? എന്ത് കളി? അവൻ നമ്മളോട് കളിച്ച അതേ കളി നമുക്കും തിരിച്ചു കളിച്ചാലോ? തിരിച്ചു കളിക്കേ? ഒന്ന് പോയടാ നീ. പണ്ട് ഇതുപോലൊരു കളി കളിച്ചു. അതിന്റെ പരിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. മാത്രല്ല അങ്ങനെ ഒരു കളി കളിക്കാനുള്ള ശേഷിയും പ്രായവും ഇപ്പൊ എനിക്കില്ല. അതല്ല മത്തായി ചേട്ടാ, ഇവിടെ നമ്മൾ നിർബന്ധമായും കളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. അവനങ്ങനെ രക്ഷപ്പെട്ടുകൂടാ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം, ഇവളെ ഏൽപ്പിക്കാം, നടന്ന കഥകളൊക്കെ പറയാം. അതുകൊണ്ടൊന്നും അവൻ ശിക്ഷിക്കപ്പെടണമെന്നില്ല. പിന്നെ അവൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇവളെ വിശ്വാസം വരണം. പക്ഷേ ഇവളൊരു ക്രിമിനലാണെന്നും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്നവളാണെന്നും അറിയുമ്പോ കോടതി ഇവളെ വിശ്വസിച്ചെന്ന് വരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? നമ്മൾ കളിക്കണം. അവൻ നിർത്തിയെടുത്ത് നമ്മൾ തുടങ്ങണം. എന്ന് വെച്ചാ അവന്റെ ഭാര്യ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? അതെ, അവന്റെ ഭാര്യയെന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ ഇവൾ തന്നെയാണ് അവന്റെ യഥാർത്ഥ ഭാര്യയെന്ന് നമ്മൾ പറയുന്നു, തെളിയിക്കുന്നു. മത്തായി ചേട്ടാ, വിളിക്കവനെ. എന്നിട്ട് ഞാൻ പറയാം, അതുപോലെ അങ്ങോട്ട് പറ. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. ആര്? മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി? ഏത് മാന്നാർ മത്തായി? ഏതൊക്കെ മാന്നാർ മത്തായിമാരെ താൻ അറിയും? ഓ, നിങ്ങൾ ആ പഴയ നാടകക്കാരനല്ലേ? എന്ത് ഈ പാതിരിക്ക്? കാര്യമുണ്ട്. ചത്തുപോയ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ പേരിൽ വന്നോ? പൈസ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടരുത്. ആവശ്യമില്ലാത്തതാണെന്ന് ആരാ പറഞ്ഞത്? ആവശ്യമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അവളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. അവൻ ഇതിൽ തലയിടും. ഞങ്ങളും ചെറുതായിട്ടൊന്ന് തലയിട്ടു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നിങ്ങൾ മാത്രല്ല, ഈ ഗോപാലകൃഷ്ണനും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ. ചത്തുപോയ ഭാര്യയുടെ സ്വത്തിന് ഇവനും അവകാശമുണ്ട്. അതുകൊണ്ട് പകുതി സ്വത്ത് ഇവനും കിട്ടണം. സ്റ്റോപ്പ് ഇറ്റ്. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഇവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവളുടെ സ്വത്തിന്റെ പകുതി അണ പൈ ബാക്കിയില്ലാണ്ട് ഇവൻ മേടിച്ചിരിക്കും. മഹേന്ദ്ര, ഗുഡ് നൈറ്റ് ബ്രദർ. ഇനി അവൻ നമ്മുടെ പിന്നാലെ വന്നോളും. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ മീരാവർമ്മയുടെ അച്ഛനെയും അമ്മയും ചെന്ന് കാണണം. നടന്നത് മുഴുവൻ അവരോട് തുറന്നു പറയണം. എന്നിട്ട് അവരെ രണ്ടാളെ കൊണ്ടും ഇവളാണ് അവരുടെ മകളെന്ന് പറയിക്കണം. പുറത്ത് സർ, എന്റെ കുഞ്ഞിനെ കൊന്നവനോടും അതിന് കൂട്ടുന്ന നിങ്ങളോടുമൊക്കെ ദൈവം ചോദിച്ചോളൂ. അതിനൊന്നിനും ഇനി ഞാനില്ല. എനിക്കാരോടും പ്രതികാരവും ചെയ്യണ്ട. നിങ്ങൾ പുറത്തു പോകണം. സർ, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ പണവും സ്വത്തും ഒന്നും ഇനി എനിക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങളൊക്കെ തന്നെ പങ്കിട്ടെടുത്തോളൂ. ഞങ്ങളെ ഇനി സ്വൈരമായിട്ട് വിട്ടാൽ മാത്രം മതി. സാർ അങ്ങനെ പറയരുത്. അവൻ സാറിനോടും കുടുംബത്തോടും ചെയ്തതിനൊക്കെ പകരം ചോദിച്ചേ പറ്റൂ. ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത്. സാറേ, വേളാങ്കണ്ണി. ഇറങ്ങിപ്പോടാ പുറത്ത്, ഇറങ്ങിപ്പോവാൻ. സാർ, ഇനി ഇക്കാര്യത്തില് സാർ എന്ത് തന്നെ തീരുമാനം എടുത്താലും ശരി, ഞാൻ ഇപ്പൊ പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എല്ലാം തുറന്നു പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ മേടിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് സാർ എന്നോട് പൊറുക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും. ഒരിക്കലും എന്നെ ശപിക്കരുത്. ഒരിക്കലും എനിക്ക് മാപ്പ് തരാതിരിക്കും ചെയ്യരുത്. ഞാൻ നിന്നോട് പൊറുക്കണമല്ലേ? നിന്നെ ശപിക്കരുതല്ലേ? നിനക്ക് മാപ്പ് തരണമല്ലേ? വാ, ഇങ്ങോട്ട് വാ. ഇതാ കിടക്കുന്ന അവളോട് ചോദിക്കേ.
അവളാണ് ശപിക്കേണ്ടതും പൊറുക്കേണ്ടതും മാപ്പ് തരേണ്ടതും ഒക്കെ. ആ കണ്ണുകളിൽ നിന്ന് വറ്റാണ്ടൊഴുകുന്ന കണ്ണുനീരൊന്ന് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ്. അവൾ തരുമോ നിനക്ക് മാപ്പ്? ആ ശാപം എത്ര ജന്മമെടുത്താലും തീരുമോ നിനക്ക്? നിങ്ങൾ എന്താണോ നോട്ടീസ് അയച്ചാളെ കളിപ്പിക്കണം? മരിച്ചുപോയ എന്റെ ഭാര്യ ഇങ്ങനെ നേരിട്ടൊന്ന് വക്കാലത്ത് തരുന്നത്. മരിച്ചുപോയോ? ആര് പറഞ്ഞു മരിച്ചുപോയെന്ന്? ആര് പറയണം? 3 മാസം മുമ്പ് അവൾ ആത്മഹത്യ ചെയ്തു. പോലീസ് റിപ്പോർട്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണണോ നിങ്ങൾക്ക്? അതൊക്കെ വെറും കടലാസുകളല്ലേ. ആള് തന്നെ നേരിട്ട് വന്ന് പറയുമ്പോ ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത്? ആര് നേരിട്ട് വന്നു നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഭാര്യ മീര വർമ്മ. അതെ, അവര് മാത്രമല്ല, കൂടെ അവരുടെ അച്ഛൻ പ്രതാപവർമ്മയും ഉണ്ടായിരുന്നു. എന്താ കാണണോ? മോളെ മീരെ, നോ, ഇത് ചതിയാണ്. ഇവൾ എന്റെ ഭാര്യയൊന്നുമല്ല. എന്റെ ഭാര്യ മരിച്ചുപോയി. അവൾ ആത്മഹത്യ ചെയ്തു. ഇവൾ കള്ളിയാണ്, ക്രിമിനലാണ്. ഷീ ഈസ് എ ബോൺ ക്രിമിനൽ. ഇവർ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയാണ്. ഇവര് രണ്ടാളും മാത്രല്ല, ഞങ്ങളുണ്ട്. ഈ നിൽക്കുന്ന എന്റെ മകൾ മീരയ്ക്ക് പകരം പിന്നെ നീ ആരെയാണ് ചുട്ടുകരിച്ചതെന്ന് കോടതിയിൽ പറയേണ്ടി വരും മഹേന്ദ്ര. എടുക്കാൻ പറ്റ. ഇതവനാണ് മഹേന്ദ്രവർമ്മ. നമുക്ക് പാതി സ്വത്ത് തരാമെന്നും നമ്മൾ അവനോടൊപ്പം നിൽക്കാമെന്നും പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. മിസ്റ്റർ മഹേന്ദ്രവർമ്മ. മഹേന്ദ്രവർമ്മ. ഇപ്പോൾ നീ എന്ത് പറയുന്നു? ഞങ്ങൾ വെറും വിഡ്ഢികളായ നാടകക്കാരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിഡ്ഢികളല്ലെന്ന് മാത്രമല്ല, എന്നേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള അതിഭയങ്കരന്മാരാണ് നിങ്ങളെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ഞങ്ങളെ ഇനി നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ നോക്കിക്കോ, നിന്റെ ഭാര്യയെ നീ കൊന്നതാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിക്കും. എന്നാ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണ്ടേ? കേട്ടോ. അയ്യോ, അമ്മയാ? അമ്മ എങ്ങനെ അവിടെ വന്നു? എനിക്കൊന്നും അറിഞ്ഞൂടാ മോനെ. ഇവരൊക്കെ ആരാ? എന്നെ ഇവിടെ പിടിച്ചോണ്ടെന്ന് കെട്ടിയിട്ടിരിക്കുക. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇനി പറയൂ, ഞാൻ വെറും വിഡ്ഢിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടാ പന്നി, എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ കുടുംബത്തോട് ഞാൻ ചുട്ടുകരിക്കും. അയ്യേ, ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഗോപാലകൃഷ്ണൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരണം. അവളെ എനിക്ക് വേണം. എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച ആ പഠിച്ച കളിയെ എനിക്ക് കിട്ടണം. വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് പോലീസിനെ അറിയിക്കുകയോ അമ്മയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലകൃഷ്ണൻ അമ്മയും തിരഞ്ഞെടുക്കണമെന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം.
ശവമായിട്ട്.